ഈ അഡോളസൻസിൽ തന്നെ ഇനി അടുത്തത് നമ്മൾക്ക് എങ്ങനെയാണ് അഡിക്ഷൻ സംഭവിക്കുന്നത്, ഒരു പെർട്ടിക്കുലർ ഡ്രഗ് അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു ബാഡ് ഹാബിറ്റ് ആൽക്കഹോളിനോടൊക്കെ എങ്ങനെയാണ് ഒരു അഡിക്ഷൻ സംഭവിക്കുന്നത്. സോ അടുത്ത ടോപ്പിക്ക് അഡിക്ഷൻ ആൻഡ് ഡിപ്പെൻഡൻസ് എന്നാണ്. അഡിക്ഷൻ ആൻഡ് ഡിപ്പെൻഡൻസ്. സോ നമുക്ക് ഇങ്ങനെ ഈ യങ്സ്റ്റേഴ്സ് ഒരുപാട് ഈ പറഞ്ഞ ഡ്രഗ്, യങ്സ്റ്റേഴ്സ് എന്നല്ല ആരായാലും ഈ ഡ്രഗ്സുകൾ യൂസ് ചെയ്യുമ്പോൾ അതിൽ നിന്നൊരു ബെനിഫിറ്റ് അല്ലെങ്കിൽ പെർസീവ് ചെയ്ത് കിട്ടുന്ന ഒരു ഇഫക്റ്റ് ഉണ്ടല്ലോ, ആ ബെനിഫിറ്റിനനുസരിച്ച് ഈ ഡ്രഗ്സ് വീണ്ടും വീണ്ടും ഉപയോഗിക്കാനുള്ള ഒരു താല്പര്യം കൂടുകയാണ്. സോ വൺസ് ഒരു ബെനിഫിറ്റ് ആ ഡ്രഗിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് വീണ്ടും വീണ്ടും ഫ്രീക്വൻ്റ് ആയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് ഇത് ഉപയോഗിക്കാനുള്ള ഒരു ടെൻഡൻസി വരികയാണ്. വീണ്ടും ആ ഇഫക്റ്റ് കിട്ടാൻ വേണ്ടി വീണ്ടും വീണ്ടും ഉപയോഗിക്കാൻ തോന്നുന്നു. സോ എപ്പോഴും നമ്മൾ ഓർക്കേണ്ട കാര്യമാണ്, നമുക്ക് ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി, നമുക്കൊരു അഡിക്റ്റീവ് നേച്ചർ ഉണ്ട്. ഇതുപോലത്തെ ആൽക്കഹോൾ അഥവാ ഡ്രഗ്സിനോടൊക്കെ നമ്മുടെ ബോൺ ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് അഡിക്ഷൻ. സോ ഈ പറഞ്ഞ ഡ്രഗ്സ് ആൽക്കഹോളിനൊരു അഡിക്റ്റീവ് നേച്ചർ ഉണ്ട് എന്നുള്ളത് എപ്പോഴും ഓർമ്മിക്കേണ്ട ഒരു വസ്തുതയാണ്. പലപ്പോഴും ഇത് പലരും മറക്കുകയാണ്. ഇങ്ങനൊരു അഡിക്റ്റീവ് നേച്ചർ ഈ ആൽക്കഹോൾ, ഡ്രഗ് ഇതുപോലത്തെ ബാഡ് ഹാബിറ്റുകളിന് വളരെയധികം തിരിച്ചു കൊണ്ടുവരാൻ പറ്റാത്ത അത്ര ബുദ്ധിമുട്ടുള്ള ഒരു അഡിക്റ്റീവ് നേച്ചർ ഉണ്ട് എന്നുള്ളത് പലരും മറക്കുന്ന ഒരു വസ്തുതയാണ്. സോ ഈ ഡ്രഗ് അഡിക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഒരു സോഷ്യൽ പ്രോബ്ലം തന്നെയാണ്, ഒരു സോഷ്യൽ സ്റ്റിഗ്മ തന്നെയാണ് സൊസൈറ്റിയുടെ ഈ ഡ്രഗ് അഡിക്ഷൻ അല്ലെങ്കിൽ അബ്യൂസ് എന്ന് പറയുന്നത്. സോ ഇങ്ങനെയുള്ള ഒരു സൊസൈറ്റി ആണെന്നുണ്ടെങ്കിൽ, ഡ്രഗ് അഡിക്ഷൻ ഉള്ള ഒരു സൊസൈറ്റി ആണെന്നുണ്ടെങ്കിൽ ആ സൊസൈറ്റി ഭയങ്കര ലെസ് എഫിഷ്യൻ്റ് ആയിരിക്കും. അവർ ഒരുപാട് ഇല്ലീഗലായിട്ടുള്ള ആക്ടിവിറ്റീസ് ചെയ്യുന്നവരായിരിക്കും. ചിലപ്പോൾ ഒരുപാട് ഇതിനുള്ള മണി കണ്ടെത്താൻ വേണ്ടി ഒരു ഇല്ലീഗലായിട്ടുള്ള പലതരത്തിലുള്ള ആക്ടിവിറ്റീസുകളിലും അവർ ഏർപ്പെട്ടു. സോഷ്യൽ ഈവൽസിലൊക്കെ അവർ ഏർപ്പെടും. സ്മഗ്ലിങ്, അതിൽ സാമൂഹികപരമായിട്ടുള്ള ഏത് നന്മ വരുത്തുന്ന കാര്യങ്ങളിലും അവർ ഒരുപക്ഷെ ഏർപ്പെടും, ഇതിനുള്ള പണം കണ്ടെത്തുന്നതിൽ. സോ അങ്ങനെയുള്ള ഫാമിലികളിലുള്ളത് ഒരു അൺഹാപ്പി ലൈഫായിരിക്കും. അവരുടെ ഫാമിലി ബ്രോക്കൺ ഫാമിലീസ് ആയിരിക്കും. അവരുടെ കുട്ടികൾ അവരും അൺഹാപ്പി ആയിരിക്കും. സോ അവരൊരു ആൻറ്റി സോഷ്യൽ ആക്ടിവിറ്റീസായിട്ട് ഉൾപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. ഒരുപാട് ക്രൈമുകൾ ഇതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വരും. കറപ്ഷൻസ് നടക്കും, ഒരുപാട് മോഷണങ്ങൾ, ഒരു പക്ഷേ ഭയങ്കര ഫേറ്റലായിട്ടുള്ള ഒരു മർഡർ വരെ എത്താവുന്ന രീതിയിലേക്ക് ഇതെത്താം. ഇതൊക്കെ ചെയ്യുന്നത് ഇത് പർച്ചേസ് ചെയ്യാനുള്ള, ഈ ഡ്രഗ്സ് പർച്ചേസ് ചെയ്യാനുള്ള മണി കിട്ടാനും കൂടുതൽ കൂടുതൽ പെർസീവ്ഡ് ബെനിഫിറ്റ് കിട്ടാനായിരിക്കും. കാരണം ഇത്രയ്ക്ക് റിപ്പീറ്റഡ് ആയിട്ട് അത് യൂസ് ചെയ്യുന്നതോ അതില്ലാതെ പറ്റില്ല എന്നുള്ള ഒരു ലെവലിലേക്ക് എത്തുകയാണ്. സോ അതിനെയാണ് നമ്മൾ പറയുന്നത് അഡിക്ഷൻ എന്ന് പറയുന്നത്. സോ നമുക്ക് നോക്കാം എന്താണ് അഡിക്ഷൻ. സോ സൈക്കോളജിക്കൽ അറ്റാച്ച്മെൻറ്റ് ടു സർട്ടൻ എഫക്ട്സ്. സൈക്കോളജിക്കലായിട്ട് നമുക്ക് മാനസികമായിട്ട് ഒരു അറ്റാച്ച്മെൻറ്റ് വരികയാണ് ഇതിനോട്, ചില എഫക്റ്റുകളോട്. എഫക്റ്റ് അസോസിയേറ്റഡ് വിത്ത് ഡ്രഗ്സ് ആൻഡ് ആൽക്കഹോൾ. ആൽക്കഹോൾ അഥവാ ഡ്രഗുമായിട്ട് അതിനോട് ഒരു പെർട്ടിക്കുലറായിട്ട് ഒരു വല്ലാത്ത തരത്തിലുള്ള ഒരു സൈക്കോളജിക്കലായിട്ട് ഒരു അറ്റാച്ച്മെൻറ്റ് വരികയാണ്. കാരണം ഈ ഡ്രഗിൽ നിന്നും ആൽക്കഹോളിൽ നിന്നും പെർസീവ് ചെയ്ത മുമ്പത്തെ എഫക്റ്റുകൾ അനുസരിച്ച് അതിനോട് ഒരു വല്ലാത്ത അറ്റാച്ച്മെൻറ്റ് വരികയാണ്. ഈ അറ്റാച്ച്മെൻറ്റാണ് നമ്മൾ പറയുന്ന അഡിക്ഷൻ. അതായത് ആ ഒരു എഫക്റ്റ് എന്താണ്, എന്ത് എഫക്റ്റുകളാണ് ഈ ഡ്രഗിൽ നിന്നും ആൽക്കഹോളിൽ നിന്നൊക്കെ കിട്ടുന്നത്? അവർക്കൊരു യൂഫോറിയ, ഭയങ്കര ഇൻറ്റൻസ് എക്സൈറ്റ്മെൻറ്റ്, വല്ലാത്തൊരു എക്സൈറ്റ്മെൻറ്റും വല്ലാത്തൊരു ഹാപ്പിനെസ്സും ആണ് അവർക്കൊരു. അതുപോലെ ഒരു ടെമ്പററി വെൽബീങ്, താൽക്കാലികമായി നല്ല സുഖകരമായൊരു അവസ്ഥ അവർക്ക് ഫീൽ ചെയ്യുന്നു. സോ ഈ ഇഫക്റ്റുകൾ, ഇതുപോലത്തെ ഇഫക്റ്റ്, യൂഫോറിയ അല്ലെങ്കിൽ ടെമ്പററി വെൽബീയിങ് പോലത്തെ ഒരു സർട്ടൻ ഇഫക്റ്റിനോടുള്ള സൈക്കോളജിക്കലായിട്ടുള്ള ഒരു വല്ലാത്ത അറ്റാച്ച്മെൻറ്റ്, ആ എഫക്റ്റ് എവിടെ നിന്നാണ് കിട്ടുന്നത്? ഡ്രഗ്സ് ആൻഡ് ആൽക്കഹോൾ. ഇതാണ് അഡിക്ഷൻ എന്ന് പറയുന്നത്. സോ അഡിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈക്കോളജിക്കൽ അറ്റാച്ച്മെൻറ്റ് ടു സർട്ടൻ എഫക്റ്റ്. ഏതൊക്കെ എഫക്റ്റ്? യൂഫോറിയ, ടെമ്പററി വെൽബീയിങ്, അതെന്തുമായിട്ട് അസോസിയേറ്റഡ് വിത്ത് ഡ്രഗ്സ് ആൻഡ് ആൽക്കഹോൾ. അതാണ് അഡിക്ഷൻ. സോ അഡിക്ഷൻ എന്ന് പറയുന്നത് ഒരു ഹാബിച്വലായിട്ട് വരുന്ന ഒരു അവസ്ഥയാണ്. അത് ഉപയോഗിച്ച് വരുന്നൊരവസ്ഥയാണ് അഡിക്ഷൻ. അതുപോലെ സൈക്കോളജിക്കലും അതുപോലെ ഫിസിയോളജിക്കലുമായിട്ടും, സൈക്കോളജിക്കലി ആൻഡ് ഫിസിയോളജിക്കലി ഒരു പെർട്ടിക്കുലർ സബ്സ്റ്റൻസിനോടോ ഒബ്ജക്റ്റിനോടോ ഒരു ഹാബിച്വലായിട്ട് നമുക്ക് ഭയങ്കര അറ്റാച്ച്മെൻറ്റ് തോന്നുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ്. അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ പ്രാക്ടീസിനോടോ ഇതിനോടൊക്കെ ഭയങ്കര അറ്റാച്ച്മെൻറ്റ് നമുക്ക് തോന്നുകയാണെങ്കിൽ അതിനെയാണ് അഡിക്ഷൻ എന്ന് പറയുന്നത്. ഈ അഡിക്ഷൻ എന്ന് പറയുന്നത് വോളണ്ടറി കൺട്രോളിന് ബിയോണ്ടാണ്, അതിനപ്പുറത്താണ് ഈ അഡിക്ഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. സോ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ WHO 1984
WHO 1984 ഒരു ടേം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഈ പറഞ്ഞ ഡിപ്പെൻഡൻസ് എന്ന് പറഞ്ഞതിന് ആ പ്ലേസിൽ ഒരു ടേം ഇൻട്രൊഡ്യൂസ് ചെയ്തു, അതാണ് അഡിക്ഷൻ. സോ അഡിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെയാണ് ഡിപ്പെൻഡൻസ് എന്ന് തന്നെയാണ് അർത്ഥം. സോ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ 1984 ഒരു ടേം തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, ഡിപ്പെൻഡൻസ് എന്ന് പറഞ്ഞ ഒരു ടേം, അഡിക്ഷൻ എന്ന് പറഞ്ഞ ആ സ്ഥാനത്ത്. നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള സാധനം നമ്മൾ കൺസ്യൂം ചെയ്യുകയാണെങ്കിൽ, പീരിയോഡിക്കായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്കതിനോടൊരു അഡിക്ഷൻ വരും. സോ അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ ഹാബിച്വലായിട്ടും സൈക്കോളജിക്കലായിട്ടും ഫിസിയോളജിക്കലായിട്ടും ഒരു സബ്സ്റ്റൻസിനോടോ ഒരു ഒബ്ജക്റ്റിനോടോ നമുക്ക് വല്ലാത്ത അറ്റാച്ച്മെൻറ്റും അല്ലെങ്കിൽ വല്ലാത്ത ഒരു അഡിക്ഷൻ ഫീൽ ചെയ്യുമ്പോഴാണ് നമ്മളതിനെ ഡിപ്പെൻഡൻസ് എന്ന് പറയുക. സോ ഈ പറഞ്ഞ ഒരു ആഗ്രഹം നമുക്ക് കിട്ടുന്ന ഒരു സർട്ടൺ എഫക്റ്റുകളുണ്ട്. ഈ ഡ്രഗും ആൽക്കഹോളൊക്കെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു പെർട്ടിക്കുലർ ഫീലിങ്ങുകളാണ്, യൂഫോറിയ, ഒരു ടെമ്പററി വെൽബീങ്. അതുപോലത്തെ ഇഫക്റ്റുകൾ നമ്മളെ വീണ്ടും വീണ്ടും അത് ഉപയോഗിക്കാൻ പ്രേരിപ്പിക്കപ്പെടുന്നു. സോ ദീസ് ഡ്രൈവ് ഏതൊക്കെ ഈ ഇഫക്റ്റുകളാണ്, ഇതൊക്കെ നമ്മളെ എന്തിലേക്ക് ലീഡ് ചെയ്യുന്നു? യൂസ് ഓൾ ദീസ് ഡ്രഗ്സ് ആൻഡ് ആൽക്കഹോൾ ഈവൻ വെൻ നോട്ട് നീഡഡ്. നമുക്ക് ആവശ്യമില്ലെങ്കിൽ കൂടി, ഇത് നമുക്ക് ഇപ്പോൾ തൽക്കാലം വേണ്ട, ആവശ്യമില്ലെങ്കിൽ കൂടി ഈ ഒരു പെർസീവ്ഡ് ആയിട്ടുള്ള ഇഫക്റ്റുകൾ കിട്ടാൻ വേണ്ടിയിട്ട്, ഈ ടെമ്പററി വെൽബീയിങ് കിട്ടാൻ വേണ്ടിയിട്ട്, നമുക്ക് തൽക്കാലം വേണ്ടാന്ന് തോന്നി അത് കിട്ടാൻ വേണ്ടിയിട്ട് വെറുതെ അത് ഉപയോഗിക്കും. ആവശ്യമില്ലെങ്കിൽ കൂടി, വെൻ നോട്ട് നീഡഡ്, ആവശ്യമില്ലെങ്കിൽ കൂടി ഇത് ഉപയോഗിക്കാനായിട്ടുള്ള ഒരു ടെൻഡൻസി വരും. അല്ലെങ്കിൽ ഇപ്പോൾ അത് ഉപയോഗിക്കുന്നത് സെൽഫ് ഡിസ്ട്രക്റ്റീവ് ആണെന്ന് അറിഞ്ഞിട്ട് കൂടി നമ്മളെ തന്നെ അത് നശിപ്പിക്കുകയാണ് എന്നൊരു സിറ്റുവേഷനിൽ എത്തിയാൽ പോലും അത് ഉപയോഗിക്കണം എന്നുള്ള ഒരു തീക്ഷ്ണമായ ഒരു ആഗ്രഹം, ഡ്രൈവ് ഉണ്ടാകുന്നു. കാരണം അതിൽ നിന്ന് കിട്ടിയ ആ എഫക്റ്റ്, പെർസീവ് ചെയ്ത എഫക്റ്റുകൾ, ടെമ്പററി ആയിട്ടുള്ള വെൽബീയിങ്ങൾ അല്ലെങ്കിൽ യൂഫോറിയ, ഇൻറ്റൻസ് ഹാപ്പിനെസ് അല്ലെങ്കിൽ എക്സൈറ്റ്മെൻറ്റ്, ആ കിട്ടിയ ഇഫക്റ്റുകൾ വീണ്ടും വീണ്ടും അനുഭവിക്കണം എന്നുള്ളൊരു തോന്നൽ കാരണം വീണ്ടും വീണ്ടും ആവശ്യമില്ലെങ്കിലും അത് നമ്മുടെ സ്വയം നശിപ്പിക്കുകയാണെന്ന് അറിയുന്നൊരു സിറ്റുവേഷൻ വന്നാലും വീണ്ടും വീണ്ടും അത് ഉപയോഗിക്കാനായിട്ട് തോന്നുന്നു. അങ്ങനെ അത് റിപ്പീറ്റഡ് ആയിട്ട് യൂസ് ചെയ്യുന്നു. സോ റിപ്പീറ്റഡ് യൂസ് ഓഫ് ഡ്രഗ്സ്, ഇതുപോലത്തെ ഡ്രഗ്സ് ആൽക്കഹോളും വീണ്ടും വീണ്ടും ഉപയോഗിക്കുന്ന വഴി എന്തുണ്ടാവുന്നു? ടോളറൻസ് ലെവൽ ഓഫ് റിസെപ്റ്റേഴ്സ് ഇൻക്രീസ്. നമ്മുടെ ബോഡിയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒപ്പിയോയിഡ്സും കാനാബിനോയിഡ്സും അതുപോലെ ഈ കൊക്ക, ആൽക്കലോയിഡ്സ്, ഇതൊക്കെ നമ്മുടെ ബോഡിയിൽ സ്പെഷ്യൽ റിസെപ്റ്റേഴ്സ് നമ്മുടെ ബോഡിയിലുണ്ട്. ഈ കെമിക്കൽസിനെയൊക്കെ റിസീവ് ചെയ്യാനുള്ള, അവരുമായിട്ട് ബൈൻഡ് ചെയ്യാനുള്ള, ഇൻറ്ററാക്ട് ചെയ്യാനുള്ള റിസെപ്റ്റേഴ്സ് ഉണ്ട്. സോ ഈ മരുന്നുകളുടെ ഈ കെമിക്കൽസുകളെ നമ്മുടെ ബോഡിയിൽ റിസീവ് ചെയ്യുന്ന റിസെപ്റ്റേഴ്സിൻ്റെ ടോളറൻസ് ലെവൽ, അതിനെ ടോളറേറ്റ് ചെയ്യാനുള്ള ലെവൽ കൂടിക്കൊണ്ടിരിക്കുന്നു. സോ ടോളറൻസ് ലെവൽ ഓഫ് നമ്മുടെ ബോഡിയിലെ റിസെപ്റ്റേഴ്സ് ഇൻക്രീസ് ചെയ്യുന്നു. വീണ്ടും വീണ്ടും ഈ ഡ്രഗ്സ് യൂസ് ചെയ്യുന്നവരും നമ്മുടെ ബോഡിയിലെ ഈ പെർട്ടിക്കുലർ കെമിക്കൽസിനെ റിസീവ് ചെയ്യാനുള്ള റിസെപ്റ്റേഴ്സിൻ്റെ ടോളറൻസ് ലെവൽ, അവരെ ടോളറേറ്റ് ചെയ്യാനുള്ള ലെവൽ കൂടി വരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യും? റിസെപ്റ്റേഴ്സ് റെസ്പോണ്ട് ഓൺലി ടു ഹയർ ഡോസ് ഓഫ് ഡ്രഗ്സ് ആൻഡ് ആൽക്കഹോൾ. ആദ്യം ഒരു ചെറിയ ഡോസിലുള്ള ഡ്രഗ്സോ ആൽക്കഹോളോ യൂസ് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് ആ യൂസ് ചെയ്യുന്ന സമയത്ത് ഒരു പെർട്ടിക്കുലർ ഒരു എഫക്റ്റ് കിട്ടിയിട്ടുണ്ട്, യൂഫോറിയ അല്ലെങ്കിൽ നല്ലൊരു ടെമ്പററി വെൽബീയിങ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇത് കിട്ടാൻ വേണ്ടി നമ്മൾ വീണ്ടും കണ്ടിന്യൂസ് ആയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ ഈ ഡ്രഗ്സ് ആൻഡ് ആൽക്കഹോൾ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിയിലെ ഇതിനെ സ്വീകരിക്കുന്ന റിസെപ്റ്റേഴ്സിൻ്റെ ടോളറൻസ് കൂട്ടുന്നു. ടോളറൻസ് കൂടുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ബോഡിയിൽ നമ്മൾ ഈ കൊടുത്ത ആ സ്മോളർ ഡോസ് നമ്മുടെ റിസെപ്റ്റേഴ്സ് സ്വീകരിക്കില്ല. അപ്പം നമ്മുടെ ബോഡിയിൽ ഹയർ ഡോസിലുള്ള ഡ്രഗ്സും ആൽക്കഹോളും ആവശ്യമായിട്ട് വരുന്നു. അതാണ് റിസെപ്റ്റേഴ്സ് റെസ്പോണ്ട്. അപ്പോൾ എന്ന സമയം റിസെപ്റ്റേഴ്സ് റെസ്പോണ്ട് ഓൺലി ടു ഹയർ ഡോസസ് ഓഫ് ഡ്രഗ്സ് ആൻഡ് ആൽക്കഹോൾ. സോ ചെറിയ ഡോസിലാണ് ആദ്യം കഴിച്ചിരുന്നത്, പക്ഷേ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇതിൻ്റെ ഉപയോഗം കാരണം നമ്മുടെ ബോഡിയിൽ ഈ റിസെപ്റ്റേഴ്സ്, ഇത് സ്വീകരിക്കുന്ന റിസെപ്റ്റേഴ്സിൻ്റെ ടോളറൻസ് ലെവൽ കൂടുന്നു. ടോളറൻസ് ലെവൽ കൂടുന്നതിൻ്റെ ഭാഗമായിട്ട് ആദ്യം കൊടുത്ത സ്മോൾ ഡോസിൽ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബോഡി അത് സ്വീകരിക്കുകയില്ല എന്ന് മാത്രമല്ല നമുക്ക് ആ ഒരു ടെമ്പററി വെൽബീയിങ് കിട്ടാതെ വരും. അപ്പോൾ അതിനു വേണ്ടി നമ്മുടെ റിസെപ്റ്റേഴ്സ് കൂടുതലായിട്ട് ഇതിൻ്റെ ഡോസ് ആവശ്യപ്പെടുന്നു. അപ്പോൾ നമ്മൾക്ക് എന്താ, കൂടുതൽ മുമ്പ് കൊടുത്തേക്കാളും ഹയർ എമൗണ്ട് ഡോസിൽ നമ്മൾ ഈ ഡ്രഗ്സും ആൽക്കഹോളും നമ്മുടെ ബോഡിക്ക് കൊടുക്കേണ്ടതായിട്ട് വരുന്നു. എന്നാൽ മാത്രമേ നമ്മുടെ ബോഡിയിലെ റിസെപ്റ്റേഴ്സ് ഇതുമായിട്ട് ഇൻട്രാക്ട് ചെയ്ത് നമ്മൾക്ക് നേരത്തെ കിട്ടിയ ഇഫക്റ്റുകൾ തരികയുള്ളൂ. സോ അതിനുവേണ്ടി വീണ്ടും ഇത് കഴിക്കാനായിട്ട് നമ്മൾ നിർബന്ധിതരാകുന്നു.
So receptors respond only to the higher dose of drugs and alcohol because of the continuous use. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു, വീണ്ടും വീണ്ടും കൂടുതൽ എമൗണ്ട് എടുക്കുന്നു. സോ ഗ്രേറ്റർ ഇൻടേക്ക് ആൻഡ് മോർ അഡിക്ഷൻ, കൂടുതൽ ഈ ഡ്രഗ്സ് ഉപയോഗിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് കൂടുതൽ അഡിക്ഷൻ ആവുകയും ചെയ്യുന്നു. പെർട്ടിക്കുലർ ഡ്രഗ് അല്ലെങ്കിൽ ആൽക്കഹോളിനോട് കൂടുതൽ അഡിക്ഷൻ ആവുന്നു, കൂടുതൽ ഉപയോഗം കൂടുതൽ അഡിക്ഷനിലേക്ക് വഴിതെളിക്കുന്നു. സോ അങ്ങനെ ഒരു ഇതിൻ്റെ ഈ ഡ്രഗിൻ്റെയും ആൽക്കഹോളിൻ്റെയും ഒരു അഡിക്റ്റീവ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ, നമ്മളിപ്പോൾ ഇൻഹറൻ്റ് ആയിട്ടുള്ള ഒരു അഡിക്റ്റീവ് നേച്ചർ ഉണ്ട്. സോ ഇതിൻ്റെ അഡിക്റ്റീവ് പൊട്ടൻഷ്യൽ ഒരു ആളെ, ഇത് യൂസ് ചെയ്യുന്ന ആളെ ഒരു പെർട്ടിക്കുലർ ഒരു സർക്കിളിലേക്ക് എത്തിക്കും. ഭയങ്കരമായിട്ട് തിരിച്ചു വരാൻ പറ്റാത്ത ഒരവസ്ഥയിൽ, ഒരു പെർട്ടിക്കുലർ എന്താ പറയുക, തിരിച്ചു വരാൻ പറ്റാത്ത ഒരു കഷ്ടകാലം പോലെ ഒരു അവസ്ഥയിലേക്ക് അതിനെത്തിക്കുന്നു ആ ഒരു പേഴ്സണെ. സോ കൂടുതൽ എടുക്കും തോറും, ഡ്രഗ് യൂസ് ചെയ്യും തോറും കൂടുതൽ അഡിക്ഷൻ വരുന്നു. അതിൻ്റെ അഡിക്റ്റീവ് പൊട്ടൻഷ്യലിൽ ആ യൂസറിനെ ഒരു തിരിച്ചു വരാൻ പറ്റാത്ത ഒരുപാടൊരു സീക്വൻസ് ഓഫ് ഇവൻറ്റുകളിലേക്ക് വരുന്ന ഒരു ലെവലിലേക്ക്, ഒരു വിസിയസ് സർക്കിളിലേക്ക് എത്തുന്നു, ഒരു കഷ്ടകാലത്തിലേക്ക് ആ വ്യക്തിനെ നയിക്കുന്നു. സോ റെഗുലർ യൂസ്, എങ്ങനത്തെ കഷ്ടകാലം ഉദ്ദേശിക്കുന്നത്, ഈ ഡ്രഗ് അല്ലെങ്കിൽ ആൽക്കഹോളിൻ്റെ റെഗുലർ യൂസ് ഓർ യൂസ് അല്ലെങ്കിൽ അബ്യൂസ് ഫ്രം വിച്ച് ഹി ഓർ ഷീ മെ നോട്ട് ബി ഏബിൾ ടു ഗെറ്റ് ഔട്ട്. ഇത് കൂടുതൽ ഉപയോഗിച്ച് കൂടുതൽ അഡിക്റ്റഡായി അതിൻ്റെ അഡിക്റ്റീവ് നേച്ചർ കാരണം ഈ യൂസറിന് ഒരിക്കലും ഈ പറഞ്ഞ ഡ്രഗിൻ്റെ റെഗുലർ യൂസേജിൽ നിന്ന്, സ്ഥിരമായി ഉപയോഗിക്കുന്ന യൂസേജിൽ നിന്ന്, അബ്യൂസിൽ നിന്ന് തിരിച്ചു വരാൻ അല്ലെങ്കിൽ പുറത്തേക്ക് കടക്കാൻ വളരെയധികം ബുദ്ധിമുട്ടുള്ള അവസ്ഥ, അല്ലെങ്കിൽ ഒരിക്കലും തിരിച്ചു വരാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് ഈ ഒരു യൂസർ ആയി മാറുകയാണ് ചെയ്യുന്നത്, ഈ ഡ്രഗിൻ്റെ അല്ലെങ്കിൽ ആൽക്കഹോളിൻ്റെ അമിതമായ ഉപയോഗം കാരണം. സോ ഇൻ ദ ആബ്സെൻസ് ഓഫ് ഗൈഡൻസ് ഓർ കൗൺസിലിംഗ്, ഒരു കറക്റ്റായിട്ടുള്ള ഒരു ഗൈഡൻസ് അല്ലെങ്കിൽ കൗൺസിലിങ്ങിൻ്റെ അഭാവത്തിൽ ഇതുപോലത്തെ ഒരു വ്യക്തി പേഴ്സൺ ഗെറ്റ് അഡിക്റ്റഡ് ഓർ ഡിപ്പെൻഡൻറ്റ് ഓൺ ദെയർ യൂസ്. ഇതുപോലെ ഒരു കണ്ടീഷനിലെത്തുമ്പോൾ ഒരു ഗൈഡൻസോ അല്ലെങ്കിൽ ഒരു കൗൺസിലിങ്ങോ ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ മെഡിക്കൽ സപ്പോർട്ട് ഇല്ലെങ്കിൽ, ഈ ഒരു വ്യക്തി കംപ്ലീറ്റ്ലി അഡിക്റ്റഡ് ആയി മാറുന്നു. ആ പെർട്ടിക്കുലർ ഡ്രഗ് അല്ലെങ്കിൽ ആൽക്കഹോളിനോട് ഒരു വല്ലാത്തൊരു അഡിക്ഷനിലേക്ക് എത്തുന്നു. ഇതാണ് നമ്മൾ പറയുന്ന അഡിക്ഷൻ. സോ അഡിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഒരു പേഴ്സൻ്റെ ഒരു നിരന്തരമായ ഒരു ഉപയോഗം, ഹാബിച്വലായിട്ടുള്ള അല്ലെങ്കിൽ സൈക്കോളജിക്കലായിട്ടുള്ള അല്ലെങ്കിൽ ഫിസിയോളജിക്കലായിട്ടുള്ള ഒരു സബ്സ്റ്റൻസിനോടോ ഒരു ഒബ്ജക്റ്റിനോടുള്ള ഒരു അറ്റാച്ച്മെൻറ്റിനെയാണ് അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ. ഇതൊരു വോളണ്ടറി കൺട്രോളിന് അപ്പുറത്താണ്. സോ നമ്മൾ ഈ അഡിക്ഷൻ എന്ന് പറഞ്ഞതിനെയാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ആ പേരിട്ടത് ഡിപ്പെൻഡൻസ്. സോ ഒരിക്കൽ കൂടി പറയാം, നമ്മുടെ സൈക്കോളജിക്കൽ അറ്റാച്ച്മെൻറ്റ് ടു സർട്ടൺ എഫക്റ്റ് എന്തുമായിട്ട് ബന്ധപ്പെട്ട് അസോസിയേറ്റഡ് വിത്ത് ഡ്രഗ്സ് ആൻഡ് ആൽക്കഹോൾ. എഫക്റ്റ് എന്ന് പറയുന്നത് ടെമ്പററി വെൽബീയിങ് ആൻഡ് യൂഫോറിയ. സോ അതിൻ്റെ ഭാഗമായിട്ട് ഇത് ആ എഫക്റ്റ് കിട്ടാൻ വേണ്ടി വീണ്ടും ഒരാൾ ആവശ്യമില്ലെങ്കിലും അത് അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ജീവിതത്തിനെ ഒരുപാട് നശിപ്പിക്കുകയാണ്. സെൽഫ് ഡിസ്ട്രക്റ്റീവ് ആണെങ്കിൽ കൂടിയും അത് വീണ്ടും ഉപയോഗിക്കാനായിട്ട് നിർബന്ധിതരാകുന്നു. അതിൻ്റെ ഭാഗമായിട്ട് വീണ്ടും ഉപയോഗിക്കുകയും നമ്മുടെ ബോഡിയിലുള്ള ആ റിസപ്റ്റേഴ്സ്, ഇതിനെ സ്വീകരിക്കുന്ന ഈ കെമിക്കൽസിനെ സ്വീകരിക്കുന്ന റിസപ്റ്റേഴ്സിൻ്റെ ടോളറൻസ് ലെവൽ കൂടുകയും ചെയ്യുന്നു. ആ ടോളറൻസ് ലെവൽ കൂടുന്നതിൻ്റെ ഭാഗമായിട്ട് റിസപ്റ്റേഴ്സ് ഹയർ ഡോസ് ഓഫ് ഡ്രഗ്സ് ആൽക്കഹോളിന് മാത്രമേ അവർ റെസ്പോണ്ട് ചെയ്യുന്നുള്ളൂ. അതിൻ്റെ ഭാഗമായി ഹയർ ഡോസിലുള്ള ഗ്രേറ്റർ ഇൻടേക്ക്, കൂടുതൽ ഇൻടേക്ക് എടുക്കേണ്ടി വരികയും കൂടുതൽ അഡിക്ഷൻ ആവുകയും ചെയ്യുന്നു. അങ്ങനെ ഇതിൻ്റെ അഡിക്റ്റീവ് പൊട്ടൻഷ്യൽ കാരണം ഒരു യൂസർ ഇതിൽ നിന്ന് ഒരിക്കലും തിരിച്ചു വരാൻ, റെഗുലർ യൂസേജ് അല്ലെങ്കിൽ അബ്യൂസിൽ നിന്ന് തിരിച്ചു വരാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് എത്തുന്നു. സോ ഒരു പ്രോപ്പർ ഗൈഡൻസോ കൗൺസിലിങ്ങോ ഇല്ലെങ്കിൽ ഈ വ്യക്തിനെ നമ്മൾ എന്ത് പറയും, അഡിക്റ്റഡ് ആയി അല്ലെങ്കിൽ പെർട്ടിക്കുലർ ഡ്രഗ് അല്ലെങ്കിൽ ഈ ആൽക്കഹോളിന് ഡിപ്പെൻഡൻ്റ് ആയി എന്ന് പറയാൻ പറ്റും. ഇനി ഇത് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരാൻ നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇത് കിട്ടാതെ വരികയാണെങ്കിൽ, ഇത് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന കണ്ടിന്യൂസ് ആയിട്ട് റെഗുലറായിട്ട് ഹാബിച്വലായിട്ട് ഇതിനോട് അറ്റാച്ച്മെൻ്റ് ഉള്ള ഒരു വ്യക്തി, ആ വ്യക്തിക്ക് ഇത് കിട്ടാതെ വരികയാണെങ്കിൽ എന്ത് ചെയ്യും, അവർ കുറച്ച് സിംറ്റംസ് കാണിക്കും. അതിനെയാണ് വിത്ഡ്രോവൽ സിംറ്റംസ് എന്ന് പറയാം. അത് കിട്ടാതെ വരുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഉപയോഗം എപ്പോഴെങ്കിലും ഒരു അവസ്ഥയിൽ അത് നിർത്തേണ്ടി വരികയോ അത് കിട്ടാതെ വരികയോ ചെയ്ത് അവർ കാണിക്കുന്ന ആ സിംറ്റംസാണ് വിത്ഡ്രോവൽ സിംറ്റം. ഒരു കൂട്ടം ലക്ഷണങ്ങളാണ് കാണിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരുപാട് ആങ്സൈറ്റി ഉണ്ടാവും, അവർക്കൊരു തലകറക്കം വരും, അതുപോലെ അവരുടെ കൈകാലുകളൊക്കെ വിറയ്ക്കാൻ തുടങ്ങും, ഷേക്കിനെസ് കാണിക്കും. സോ അമിതമായ ആകാംക്ഷ, ആങ്സൈറ്റി, അതുപോലെ വിറയൽ, പിന്നെ ഒരു തലകറക്കം, അതുപോലെ അവർ വിയർക്കാൻ തുടങ്ങും, സ്വെറ്റിങ്, ഇതുപോലെ കുറേ ലക്ഷണങ്ങൾ ഈ പറഞ്ഞ പെർട്ടിക്കുലർ ഡ്രഗ് അല്ലെങ്കിൽ ആൽക്കഹോൾ കിട്ടാതെ വരുമ്പോൾ അവരുടെ ബോഡിയിൽ ഇതുപോലത്തെ കുറച്ച് ലക്ഷണങ്ങൾ കാണിക്കും. അതിനെയാണ് വിത്ഡ്രോവൽ സിംപ്റ്റംസ് എന്ന് പറയാം.
ഈ പറഞ്ഞ സിംറ്റംസ് ഒക്കെ തിരിച്ച് നോർമൽ ആവും എപ്പോൾ ഇത് തിരികെ കിട്ടുകയാണെങ്കിൽ, ഈ പറഞ്ഞ ഡ്രഗ് അല്ലെങ്കിൽ ആൽക്കഹോൾ വീണ്ടും ഉപയോഗിക്കാൻ പറ്റുകയാണെങ്കിൽ തിരിച്ച് നോർമൽ ആയിട്ടുള്ള ഒരവസ്ഥയിലേക്ക് ആ വ്യക്തി എത്തും. സോ ഇത് തിരിച്ചു വരാൻ പറ്റാതെ ഒരുപാട് ഡിപ്പെൻഡൻ്റ് ആയിട്ട് അഡിക്റ്റഡ് ആയിട്ട് നിൽക്കുമ്പോൾ ഇത് കിട്ടാത്തൊരു സാഹചര്യത്തിൽ ആ വ്യക്തിയുടെ ബോഡി പ്രതികരിക്കുന്നതിനെയാണ് വിളിക്കുന്നത് പേരാണ് വിഡ്രോവൽ സിംറ്റംസ്. ഒരു പക്ഷേ ഈ വിഡ്രോവൽ സിംറ്റംസ് ഈ പറഞ്ഞ ലക്ഷണങ്ങൾ മാത്രമല്ല, ഇതിനേക്കാൾ ഭീകരമായ ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെടാം. ഒരുപാട് സിവിയറായുള്ള അവസ്ഥയിലേക്ക്, ഒരു പക്ഷേ ആ വ്യക്തിയുടെ ലൈഫിന് ഭീഷണിയാകുന്ന തരത്തിൽ ലൈഫ് ത്രെട്ടനിങ് ആയിട്ടുള്ള ഒരവസ്ഥയിലേക്ക് വരെ ഈ പറഞ്ഞ വിഡ്രോവൽ സിംറ്റംസ് എത്തിയേക്കാം. സോ അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് തീർച്ചയായിട്ടും നമുക്കൊരു മെഡിക്കൽ സൂപ്പർവിഷനും ഗൈഡൻസും കൗൺസിലിങ്ങും എല്ലാം ഒരുമിച്ച് കിട്ടേണ്ടതായിട്ടുണ്ട്. ഒരു നല്ല മെഡിക്കൽ സൂപ്പർവിഷനോട് കൂടി മാത്രമേ ആ ഒരു വ്യക്തിയെ തിരിച്ച് നോർമൽ അവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ പറ്റുകയുള്ളൂ. സോ ഈ പറഞ്ഞ അഡിക്ഷൻ ആൻഡ് ഡിപ്പെൻഡൻസ് കൂടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഡിപ്പെൻഡൻസ് അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഒബ്ജക്റ്റിനോട് ഹാബിച്വലായിട്ടുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ റിപ്പീറ്റഡ് കൺസംഷൻ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ വിഡ്രോവൽ സിംറ്റംസ് കാണിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തി ആ വ്യക്തി ജീവിക്കുന്ന ആ സോഷ്യൽ നോംസ്, സൊസൈറ്റിയിൽ എങ്ങനെയാണോ ഒരു വ്യക്തി ജീവിക്കേണ്ടത് ആ സോഷ്യൽ നോംസുകളെല്ലാം ആ ഒരു പേഷ്യൻ്റ് എന്ന് നമ്മൾ പറയാം. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിനെ ഒരു പേഷ്യൻ്റ് പറയും. സോ സോഷ്യൽ നോംസുകളൊക്കെ ആ പേഷ്യൻ്റ് ഇഗ്നോർ ചെയ്യാൻ തുടങ്ങും. കംപ്ലീറ്റ് സോഷ്യൽ നോംസുകൾ ഇഗ്നോർ ചെയ്യാൻ, എങ്ങനെയാണോ ഒരു സൊസൈറ്റിയിൽ ബിഹേവ് ചെയ്യേണ്ട ആ പെരുമാറ്റ രീതികളിൽ നിന്നെല്ലാം അവർക്ക് മാറ്റം വരുന്നു. സോ സഫീഷ്യൻറ്റ് ഫണ്ട് ഇതൊക്കെ വാങ്ങിക്കാനുള്ള, ഈ ഡ്രഗ്സും ആൽക്കഹോളും വാങ്ങിക്കാനുള്ള ഫണ്ട് കിട്ടാൻ, മണിക്ക് വേണ്ടിയിട്ട്, പൈസയ്ക്ക് വേണ്ടി അവർ ഒരുപാട് സോഷ്യൽ നോംസുകളൊക്കെ ഇഗ്നോർ ചെയ്യാൻ ചെയ്യും. അവരതൊക്കെ അവഗണിക്കാൻ തുടങ്ങും. അങ്ങനെ അവർക്ക് സോഷ്യലി അഡ്ജസ്റ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുള്ളവർ, അവരൊരു സോഷ്യൽ ഈവിൾസ് അല്ലെങ്കിൽ ക്രൈമുകളിലേക്ക് വഴിതെളിക്കുകയും ചെയ്യുന്നു. കാരണം ഇതിനൊക്കെ വേണ്ട പൈസ കിട്ടാൻ വേണ്ടി അവരെന്ത് ചെയ്യാൻ വേണ്ടിയും അവർ തയ്യാറാവുന്നു. ഇതുപോലെയുള്ള വ്യക്തികളെ, വിഡ്രോവൽ സിംറ്റംസ് കാണിക്കുന്നവരെ അല്ലെങ്കിൽ അഡിക്ഷൻ കാണിക്കുന്നവരെ തിരിച്ചു കൊണ്ടുവരുന്ന മാർഗത്തിനെയാണ് ഡി അഡിക്ഷൻ എന്ന് പറയുക. അതിന് സ്പെഷ്യലായിട്ടുള്ള ഫിസീഷ്യൻസ് അല്ലെങ്കിൽ ഡോക്ടേഴ്സ്, മെഡിക്കൽ സൂപ്പർവിഷൻ്റെ ആവശ്യമുണ്ട്. അങ്ങനെ തിരിച്ചു കൊണ്ടുവരുന്നതിനെയാണ് നമ്മൾ ഡി അഡിക്ഷൻ എന്ന് പറയുക.